കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു 4PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റ്. സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ. നമസ്കാരം. ഇന്ന് 2025 ഏപ്രിൽ 3 വ്യാഴാഴ്ച. 4PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. 2006 മുതൽ നിലവിലുള്ള അമേരിക്ക ബഹ്റിൻ സ്വതന്ത്ര വ്യാപാര കരാർ പ്രകാരം രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കും പൂർണ്ണമായ താരിഫ് ഇളവ് ഉറപ്പാക്കുന്നുണ്ടെന്ന് അമേരിക്കയിലെ ബഹ്റിൻ അംബാസിഡർ ഷെയ്ഖ് അബ്ദുള്ള ബിൻ റാഷിദ് അൽ ഖലീഫ അറിയിച്ചു. അമേരിക്കയും ഒരു ഗൾഫ് രാജ്യവും തമ്മിൽ ഇത്തരത്തിലുള്ള ആദ്യ കരാറാണ് ഇത്. കരാർ മൂലം പരസ്പരമുള്ള വ്യാപാരം ശക്തമാവുകയും ഫലപ്രദമായ സാമ്പത്തിക പങ്കാളിത്തം സ്ഥാപിച്ചതായും അംബാസിഡർ പറഞ്ഞു. 2005 $780 ദശലക്ഷം ആയിരുന്ന ഉഭയകക്ഷി വ്യാപാരം ഇന്ന് ഏകദേശം $3 ബില്യൺ വർദ്ധിച്ചെന്നും അതിന് ഈ കരാർ കാരണമായെന്നും ഷെയ്ഖ് അബ്ദുള്ള ബിൻ റാഷിദ് ഊന്നി പറഞ്ഞു. അമേരിക്കയുമായുള്ള പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധതയും ഗൾഫ് മേഖലയിലെ അടക്കമുള്ള വ്യാപാരത്തിന്റെ കവാടമെന്ന നിലയിൽ ബഹ്റിന്റെ പങ്കിനെയും അംബാസിഡർ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. ഫോർമുല 1 ഗൾഫ് എയർ ബഹ്റിൻ ഗ്രാൻഡ് പ്രീ ടിക്കറ്റ് എടുത്തവർക്കായി പിറ്റ് ലൈൻ നടന്ന് കാണാനുള്ള അവസരം. ഏപ്രിൽ 10 വൈകിട്ട് 7 മുതൽ 8:30 വരെ മത്സരങ്ങൾക്കായി ടിക്കറ്റ് എടുത്തവർക്കും മറ്റു പാസുകളുള്ളവർക്കും പിറ്റ് ലൈൻ വാക്കിന് പങ്കെടുക്കാമെന്ന് ബഹ്റിൻ ഇന്റർനാഷണൽ സർക്യൂട്ട് അറിയിച്ചു. അന്നേ ദിവസം വൈകിട്ട് 4 മുതൽ സർക്യൂട്ട് ഗേറ്റുകൾ തുറന്നിടും. ഏപ്രിൽ 11 മുതൽ 13 വരെയാണ് ഗ്രാൻഡ് പ്രീ മത്സരങ്ങൾ അരങ്ങേറുക. അതിന് തയ്യാറെടുക്കുന്ന ടീമുകളെയും അവരുടെ ഗാരേജ് വീക്ഷിക്കാനുള്ള അവസരവും പിറ്റ് ലൈൻ നടത്തത്തിലൂടെ സാധ്യമാകും. ഇതിലൂടെ ആരാധകർക്ക് ചിത്രങ്ങൾ പകർത്താനും ഗാരേജിന്റെ പ്രവർത്തനങ്ങളോടൊപ്പം കാറുകളുടെ പ്രവർത്തനവും കാണാനാകും. ഗ്രാൻഡ് സ്റ്റാൻഡ് ടിക്കറ്റുകൾ ഇതിനോടകം വിറ്റുതീർന്നതിനാൽ അവശേഷിക്കുന്ന ദ ഡോം ലോഞ്ചിലെ ഹോസ്പിറ്റാലിറ്റി പാക്കേജ് ടിക്കറ്റുകൾ എത്രയും വേഗം വാങ്ങാൻ ശ്രമിക്കണമെന്നും അതിനായി ബഹ്റിൻ സിറ്റി സെന്ററിലെ ടിക്കറ്റ് സെന്റർ സന്ദർശിക്കാമെന്നും ആരാധകരോട് BIC അധികൃതർ അറിയിച്ചു. ഗ്രാൻഡ് പ്രിയോടനുബന്ധിച്ച് നിരവധി വിനോദ സംഗീത പരിപാടികളും സാഖ്യറിലെ സർക്യൂട്ട് പരിസരത്ത് BIC സജ്ജമാക്കിയിട്ടുണ്ട്. 3 ദിവസവും രാത്രികളിൽ പ്രശസ്തരായ സംഗീതജ്ഞരുടെ കലാവിരുന്നും മികച്ച കലാപ്രകടനങ്ങളും ഫാമിലി എന്റർടൈൻമെന്റ് ഏരിയകളും കുട്ടികളുടെ ഗെയിം സെന്ററുകളും ഒരുക്കിയിട്ടുണ്ട്. അധ്യാപന മേഖലയെ നവീകരിക്കാനുള്ള ബഹ്റിൻ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പദ്ധതിയുടെ ഭാഗമായി രാജ്യത്തെ പൊതുവിദ്യാലയങ്ങളിലെ ക്ലാസ് മുറികളിൽ നിർമ്മിത ബുദ്ധി വെർച്വൽ പഠന സംവിധാനങ്ങൾ വരുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, 3D, റോബോട്ടിക്സ്, വെർച്വൽ റിയാലിറ്റി എന്നിവ ഇതിൽ ഉൾപ്പെടുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ മുഹമ്മദ് ബിൻ മുബാറക് ജുമുഅ പാർലമെന്റിൽ സംസാരിക്കവേ അറിയിച്ചു. സ്കൂളുകളുടെ ഡിജിറ്റൽ മാറ്റത്തെക്കുറിച്ചും അതിനുള്ള സാങ്കേതിക ആവശ്യങ്ങളെക്കുറിച്ചുമുള്ള ഡോക്ടർ മുനീർ സെറൂർ MPയുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. പുതിയ സംവിധാനങ്ങളിലൂടെ അധ്യാപകർക്ക് കൂടുതൽ ദൃശ്യപരവും ആകർഷകവുമായ രീതിയിൽ പാഠങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് സ്വയം പഠനത്തിന് പുതിയ ഉപകരണങ്ങൾ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. അധ്യാപനത്തിൽ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗത്തെക്കുറിച്ച് മന്ത്രാലയം നയവും മാർഗങ്ങളും തയ്യാറാക്കുമെന്നും അസാധാരണമായുള്ള പിഴവുകൾ പരിഹരിച്ച് ഓൺലൈൻ ഉപകരണങ്ങൾ പരമാവധി എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് വിദ്യാർത്ഥികളിൽ അവബോധമുണ്ടാക്കാനുള്ള ഒരു പാഠ്യപദ്ധതി ആരംഭിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. ബഹ്റിൻ കേരളീയ സമാജം ഫിലിം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പ്രവാസി ചലച്ചിത്ര പ്രേമികൾക്കായി ഇന്നു മുതൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് ഫിലിം വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുമെന്ന് സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, ജനറൽ സെക്രട്ടറി വർഗീസ് കാരയ്ക്കൽ എന്നിവർ പത്രക്കുറിപ്പിൽ അറിയിച്ചു. ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ പ്രശസ്തനായ ഛായാഗ്രാഹകനും സംവിധായകനുമായ സണ്ണി ജോസഫാണ് ഈ ചലച്ചിത്ര പഠനകളരി നയിക്കുന്നത്. വ്യത്യസ്തതയുടെ പാതയിലൂടെ ചലച്ചിത്ര കഥകളെ എങ്ങനെ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഒരു ഗൃഹീതകമായ അനുഭവം ാക്കാമെന്നതിന്റെ അടിസ്ഥാനത്തിൽ പ്രായോഗിക ക്ലാസുകളും ചലച്ചിത്ര വിസ്താരവും വിശകലനവും ഈ ശില്പശാലയിൽ ഉൾക്കൊള്ളുന്നതായി സമാജം വൈസ് പ്രസിഡന്റ് ദിലീഷ് കുമാർ അഭിപ്രായപ്പെട്ടു. സീറ്റുകൾ പരിമിതമായതിനാൽ താൽപ്പര്യമുള്ളവർ എത്രയും വേഗം 34020650 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് ഫിലിം ക്ലബ് കൺവീനർ അരുൺ R. പിള്ള അറിയിച്ചു. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി, സ്നേഹപൂർവ്വം.
ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ബഹ്റൈൻ നിങ്ങൾക്കായി നൽകുന്നു സ്പെഷ്യൽ ഓഫറുകൾ. 22 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലി 3.3% മുതൽ 21 കാരറ്റ് 18 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% വരെ കിഴിവ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ വിലക്കിഴിവ്. ഇന്ന് തന്നെ സന്ദർശിക്കൂ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ, ബഹ്റൈൻ. റിസാല സ്റ്റഡി സർക്കിൾ ബഹ്റിൻ നാഷണൽ കമ്മിറ്റി സംഘടിപ്പിച്ച 8ാമത് എഡിഷൻ തർദിൽ ഖുറാൻ പാരായണ മത്സരങ്ങളുടെ നാഷണൽ ഗ്രാൻഡ് ഫിനാലെയിൽ മുഹറഖ് സോൺ ജേതാക്കളായി. റിഫ, മനാമ സോണുകൾ യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. സഹല അൽ മാജിദ് പ്രൈവറ്റ് സ്കൂളിൽ നടന്ന മത്സരത്തിൽ ബഹ്റിനിലെ 3 സോണുകളിൽ നിന്ന് ജൂനിയർ, ഹയർ സെക്കൻഡറി, സീനിയർ, സൂപ്പർ സീനിയർ വിഭാഗങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളാണ് മാറ്റുരച്ചത്. ഖുറാൻ പാരായണത്തിനു പുറമെ ഹിഫുൾ, മുഹാബസ, ഖുറാൻ ക്വിസ്, ഖുറാൻ സെമിനാർ, റിഹാബുൽ ഖുറാൻ എന്നിവയും നടന്നു. 22 പോയിന്റുകൾ നേടി മുഹറഖ് സോണിലെ ഷാമിൽ സൂഫി കലാപ്രതിഭയായി. മൻസൂർ അഹ്സനിയുടെ അധ്യക്ഷതയിൽ നടന്ന സംഗമത്തിൽ റിസാല സ്റ്റഡി സർക്കിൾ ഗ്ലോബൽ സെക്രട്ടറി ഫൈസൽ ബുഖാരി മുഖ്യാതിഥിയായി. കാരുണ്യ വെൽഫെയർ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ റമദാൻ കാലയളവിൽ സൽമാബാദ് മേഖലയിൽ തൊഴിലാളികൾക്ക് ഇഫ്താർ കിറ്റ് വിതരണം ചെയ്തു. 150-ൽ പരം പേർക്കാണ് ഭക്ഷണം നൽകിയത്. കാരുണ്യ വെൽഫെയർ ഫോറം പ്രസിഡന്റ് മോനി ഓടിക്കണ്ടത്തിൽ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ബഹ്റിനിലെ സാമൂഹിക പ്രവർത്തകരായ ആന്റണി പൗലോസ്, ബിജു ജോർജ് എന്നിവരോടൊപ്പം സെക്രട്ടറി സജി ജേക്കബ്, ജനറൽ കൺവീനർ റെനീഷ് റിജി തോമസ്, ട്രഷറർ ലെജിൻ വർഗീസ്, അസിസ്റ്റന്റ് സെക്രട്ടറി ഷഹീൻ അലി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ കാത്തു സച്ചിൻ ദേവ്, സുജ മോനി, തോമസ് ജോൺ, സതീശൻ നായർ, അഭിഷേക്, ഷമീർ എന്നിവർ പങ്കെടുത്തു. ജനറൽ കൺവീനർ റെനീഷ് റിജി തോമസ് നന്ദി രേഖപ്പെടുത്തി.